ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളിലും അദബുണ്ടെങ്കിലേ വിജയിക്കത്തുള്ളൂ. എന്തു വേണം? നമുക്ക് അദബ് വേണം. അദബില്ലെങ്കിൽ അവിടെ പരാജയം വരും, അല്ലേ? നമ്മളെല്ലാത്തിനും അദബുണ്ട്. ഒരു മനുഷ്യന്റെ നടത്തയ്ക്ക് അദബുണ്ട്, അല്ലേ? എങ്ങനെ നടക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? വഇബാദുർ റഹ്മാനില്ലദീന യംശൂന എന്ന് പറയുന്ന ആയത്ത് സൂറത്തുൽ ഫുർഖാനിൽ കാണാം നമുക്ക്, അല്ലേ? നടത്തത്തിക്ക് നടക്കുന്നു. ഒരു മനുഷ്യൻ തുപ്പുന്നതിന് വരെ അദബുണ്ട്. എല്ലാത്തിനും നമുക്ക് അദബുകളുണ്ട്. അപ്പൊ അദബ് പഠിപ്പിക്കുന്ന ഉസ്താദിനെ കുറിച്ച് നമുക്ക് ഒരു പാട്ട് പഠിക്കണ്ടേ, അല്ലേ? ഞങ്ങൾക്കുണ്ടോരു ഉസ്താദ് എന്ന് പാടിയൊക്കെ. ഞങ്ങൾക്കുണ്ടോരു ഉസ്താദ്, നന്മ നിറഞ്ഞോരു ഉസ്താദ്. ഞങ്ങൾക്കുണ്ടോരു ഉസ്താദ്, നന്മ നിറഞ്ഞോരു ഉസ്താദ്. അറിവ് പകരും ഉസ്താദ്, സ്നേഹം ചൊരിയും ഉസ്താദ്. തെറ്റ് തിരുത്തും ഉസ്താദ്, നേർവഴി കാട്ടും ഉസ്താദ്. കുട്ടികൾ ഞങ്ങൾക്കെന്നെന്നും കൂട്ടായെത്തും ഉസ്താദ്. ഞങ്ങൾക്കുണ്ടോരു ഉസ്താദ്, നന്മ നിറഞ്ഞോരു ഉസ്താദ്. അറിവ് പകരും ഉസ്താദ്, സ്നേഹം ചൊരിയും ഉസ്താദ്. തെറ്റു തിരുത്തും ഉസ്താദ്, നേർവഴി കാട്ടും ഉസ്താദ്. കുട്ടികൾ ഞങ്ങൾക്കെന്നെന്നും കൂട്ടായെത്തും ഉസ്താദ്. അപ്പൊ നമ്മുടെ ഉസ്താദന്മാരെ നമ്മൾ അങ്ങേയറ്റം ബഹുമാനിക്കണം, ആദരിക്കണം. ആ ആദരവും ബഹുമാനം കൊണ്ടേ നമ്മൾ രക്ഷപ്പെടത്തുള്ളൂ. ആ ഉസ്താദന്മാരെന്ന് പറയുമ്പോൾ സ്കൂളിലെ മാഷായാലും ടീച്ചറായാലും നമുക്ക് അറിവ് പകർന്നു തരുന്ന ഈ ആരാവട്ടെ, അവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒരുപാട് സംഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഉസ്താദന്മാരെയും സ്കൂളിലെ ടീച്ചറെയും ഒക്കെ വേദനിപ്പിച്ചതിന്റെ പേരില് ഇന്നും വളരെ വിഷമങ്ങൾ അനുഭവിക്കുന്ന പലരും ഉണ്ട്. എങ്ങും രക്ഷപ്പെടത്തില്ല. എന്തില്ലെങ്കിൽ? അദബില്ലെങ്കിൽ. അപ്പൊ മാതാപിതാക്കളോട് അദബ് വേണം.